നമസ്കാരം. UN ഒരു രാജ്യത്തിന് അംഗത്വം കൊടുത്തതിന് ശേഷം ആ രാജ്യം രാജ്യമല്ലാതായി, അതായത് UN ലിസ്റ്റിൽ രാജ്യമല്ലാതായി മാറുന്ന ആദ്യത്തെ സംഭവം ഉണ്ടാകാൻ പോകുന്നത് പാകിസ്ഥാനിലായിരിക്കും. പാകിസ്ഥാൻ അത്തരമൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തായാലും ഇത് ഉടൻ തന്നെ സമീപ ഭാവിയിൽ തന്നെ സംഭവിക്കുവാനുള്ള എല്ലാ സാധ്യതകളും അരങ്ങൊരുങ്ങിയിരിക്കുകയാണ്. നേരത്തെ UN ഇത്തരത്തിലുള്ളൊരു കാര്യവും ചെയ്യില്ലായിരുന്നു. UN ചില രാജ്യങ്ങളെ രാജ്യമായി പൂർണ്ണാർത്ഥത്തിൽ അംഗീകരിച്ചിട്ടില്ല. അത് പാലസ്തീൻ പോലുള്ള രാജ്യങ്ങളെയാണ് അത്തരത്തിൽ അംഗീകരിക്കാത്തത്. പക്ഷേ രാജ്യം എന്ന അംഗീകാരം കൊടുത്തതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ സംഭവം ഇത് തന്നെ ആയിരിക്കും. ഇന്ത്യയുടെ UN സ്ഥിരം പ്രതിനിധിയായിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള പർവതനേനി ഹരീഷ് പാകിസ്ഥാനെക്കുറിച്ച് പറഞ്ഞതുപോലെ പാകിസ്ഥാൻ വെറുതെ സമയം കളയാനാണ് UN ജനറൽ അസംബ്ലിയിൽ വന്നിരിക്കുന്നത്. ഇത്തരമൊരു രാജ്യത്തെയൊന്നും UN പരിഗണിക്കാൻ പാടില്ല എന്നാണ് പർവതനേനി ഹരീഷ് പറഞ്ഞത്. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് കശ്മീർ എന്ന് പറയുന്നത്. ആ അവിഭാജ്യ ഘടകമാണ് പാകിസ്ഥാൻ തങ്ങളുടെ സ്വന്തമാണ് എന്ന് സ്ഥിരമായി വാദിച്ച് UN സമയം കളയുന്നത്. ഇപ്പോൾ അതേ പാകിസ്ഥാൻ കൈയടക്കി വച്ചിരിക്കുന്ന, അനധികൃതമായി കൈയടക്കി വച്ചിരിക്കുന്ന കശ്മീരിൻ്റെ പ്രദേശത്താണ് ഇത്തരത്തിൽ വലിയ സംഘർഷസ്ഥിതി ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ പല പ്രദേശത്തും ഇത്തരത്തിലുള്ള സംഘർഷാവസ്ഥ വളരെയധികം രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ മേഖലയിലൊക്കെ ആണെങ്കിൽ പാകിസ്ഥാൻ്റെ പട്ടാളത്തിന് പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ഈ അടുത്ത സമയത്ത് പാകിസ്ഥാൻ്റെ പട്ടാളത്തിന് നേരെയുള്ള ഒരു ശക്തമായ ആക്രമണമാണ് ക്വറ്റയിൽ വെച്ച് നടന്നത്. ആ ക്വറ്റയിൽ വെച്ച് നടന്ന ആക്രമണത്തിൽ 24ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. 24ഓളം പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടത്. അത്തരത്തിൽ വലിയ ആക്രമണമാണ് ബലൂചിസ്ഥാൻ ആർമി നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും അതുപോലെ തന്നെയാണ് ഇപ്പോൾ POKയിൽ ജോയിൻ്റ് അവാമി ആക്ഷൻ കമ്മിറ്റി നിരന്തരമായ ആക്രമണവും നിരന്തരമായ പ്രക്ഷോഭവുമാണ് പാകിസ്ഥാൻ്റെ സേനയ്ക്കും പാകിസ്ഥാൻ്റെ സർക്കാരിനും നേരെ നടത്തുന്നത്. ഇത് അവർക്ക് ഗത്യന്തരമില്ലാതെ ചെയ്യുകയാണ്. കാരണം പാകിസ്ഥാനിലെ വിലക്കയറ്റം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ നിന്നും അപ്പുറത്താണ്. നേരത്തെ 1 കിലോ തക്കാളിക്ക് 600 രൂപയായി മാറിയപ്പോഴാണ് ജോയിൻ്റ് അവാമി ആക്ഷൻ കമ്മിറ്റി 2023 രൂപം കൊള്ളുന്നത്. വിലക്കയറ്റം ഇപ്പോൾ ആ പ്രതീക്ഷിക്കുന്നതിൽ നിന്നും എത്രയോ ഇരട്ടിയാണ്. 300 ഇരട്ടിയൊക്കെ വിലക്കയറ്റമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ഉള്ളത്. ഇനി എണ്ണയുടെ വിലയാണെങ്കിൽ 450 രൂപയാണ്. വലിയ പ്രക്ഷോഭമൊക്കെ നടത്തിയതിന് ശേഷമാണ് 450 നിന്ന് 380 മാറ്റിയെടുത്തത്. പക്ഷേ ഇതുപോലും പാകിസ്ഥാനിൽ താങ്ങാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ഇത്തരത്തിലൊരവസ്ഥ ഉണ്ടായപ്പോൾ, ഇത്തരത്തിലുള്ള ഒരവസ്ഥയല്ല, ഇന്ത്യയിൽ ചെറിയ രീതിയിൽ പെട്രോളിന് വില കൂടിയപ്പോൾ തന്നെ ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് നമുക്കറിയാം. കാരണം ജനങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭമൊക്കെ നടത്തി. പാകിസ്ഥാനിൽ 1 ലിറ്റർ പെട്രോളിന് 380 രൂപയാണ്. ഇനി ഒരു 40 കിലോ ഗോതമ്പിൻ്റെ അവിടുത്തെ വില 4000 രൂപയ്ക്ക് മുകളിലാണ്. അത്തരത്തിൽ പാകിസ്ഥാനിൽ ജനജീവിതം സ്തംഭിച്ചു കിടക്കുന്ന ഒരവസ്ഥയാണ്. പ്രത്യേകിച്ചും POKയിലും ബലൂചിസ്ഥാനിലുമൊക്കെ ജനത്തിന് ജീവിക്കുവാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ ഭരണമില്ല എന്നതാണ് മറ്റൊരു വാസ്തവം. ഇവിടെയൊക്കെ ഭീകരവാദികളാണ് ഇരിക്കുന്നത്. ഈ ഭീകരവാദികൾ അവരുടെ താവളമൊക്കെ ആക്കിയാണ് ഈ പ്രദേശത്തെ അവർ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് അവിടെ ജീവിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് അവർ ജോയിൻ്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയതിന് ശേഷം നിരന്തരമായൊരു പ്രക്ഷോഭത്തിലേക്ക് അവർ പോയത്. ജൂൺ 14 അവരുടെ ഒരു ഹർത്താലാണ്. ഹർത്താലിന് മുന്നോടിയായിട്ട് ചെറിയ സമരങ്ങളുമായിട്ടാണ് അവർ മുന്നോട്ട് പോയതെങ്കിൽ ആ സമരത്തിന് നേരെ പോലീസ് ഇരച്ചു പാഞ്ഞെത്തി അവരും തിരിച്ച് ആക്രമണം നടത്തി. കാരണം അവർക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. അതിൽ 4 പോലീസുകാരൻ കൊല്ലപ്പെടുകയുണ്ടായി, ഒരു വഴിയാത്രക്കാരനും കൊല്ലപ്പെടുകയുണ്ടായി. ഇത്തരത്തിൽ ഒരു ആക്രമണം അവിടെ ഉണ്ടായതിനു ശേഷം ഒരു തിരിച്ചുള്ള ആക്രമണം എന്ന നിലയിൽ സുരക്ഷാ സേന ആക്രമണം നടത്തി. ഏകദേശം 6ഓളം അവിടുത്തെ പ്രക്ഷോഭകാരികളാണ് കൊല്ലപ്പെട്ടത്. ഇത്തരത്തിൽ നിരന്തരം എന്നോണം ബലൂചിസ്ഥാനിലും POKയിലും ആൾക്കാർ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും POKയും ബലൂചിസ്ഥാനും ഉടൻ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗമല്ലാതായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു നായയുടെ രൂപത്തിൽ ഇരിക്കുന്ന പാകിസ്ഥാൻ്റെ തലഭാഗത്താണ് POK വരുന്നത്. ആ POK പ്രദേശം, POK വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെയധികം പ്രാധാന്യമുള്ള, ചരിത്ര പ്രാധാന്യവും അതിൻ്റെ ഭംഗിയിലും അതിൻ്റെ ഒരു എസ്തെറ്റിക് സെൻസിലുമൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ്. ടൂറിസ്റ്റ് സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ പ്രദേശമാണ്. പക്ഷേ ഈ ഭീകരവാദികൾ പതിഞ്ഞിരിക്കുന്ന ഈ ഇടത്തിലേക്ക് എങ്ങനെയാണ് മനുഷ്യർക്ക് വരാൻ കഴിയുക?
ഇപ്പോൾ ഇങ്ങനെയുള്ള വളരെ വലിയ സാധ്യതയുള്ള ഈ പ്രദേശത്തെ അങ്ങേയറ്റം അവഗണനയോടുകൂടിയാണ് പാകിസ്ഥാൻ കാണുന്നത്. അവരുടെ ഭീകരവാദികൾക്ക് ക്യാമ്പുകൾ പണിയാനും അവരുടെ പരിശീലനത്തിനും വേണ്ടിയിട്ടാണ് ഈ പ്രദേശം പാകിസ്ഥാൻ നീക്കിവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷ അവതാളത്തിലാണ്. ജനങ്ങൾ നിരന്തരം ഭീതിയുടെ നിഴലിലാണ് കഴിഞ്ഞുകൂടുന്നത്. ഒരു വീട്ടിൽ പോലും പെൺകുട്ടികൾക്ക് സ്വൈരമായി കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഈ ഭീകരവാദികളുടെ ആക്രമണം ഏത് രീതിയിൽ വേണമോ ഉണ്ടാകും. ആ രീതിയിൽ നിരന്തരം അവർ ആക്രമിക്കപ്പെട്ടുകൊണ്ടേയും ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അവർ ആ രാജ്യത്തിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്നു. അവരുടെ തൊട്ടടുത്താണ് കശ്മീർ, ജമ്മു കാശ്മീർ, ഇന്ത്യയുടെ ഭാഗത്തുള്ള ജമ്മു കാശ്മീർ, ഇന്ത്യയുടെ ബഹുഭൂരിപക്ഷ മേഖല വരുന്ന ജമ്മു കാശ്മീർ ഉള്ളത്. ആ മേഖലയിലൊക്കെ വളരെയധികം ശാന്തത അവർ കാണുന്നുണ്ട്. അവർ സുഭിക്ഷമായി ജീവിക്കുന്നത് കാണുന്നുണ്ട്. അവിടെ ഭീകരവാദ പ്രവർത്തനം ഇല്ലാതിരിക്കുന്നത് കാണുന്നുണ്ട്. അവരുടെ ബന്ധുക്കൾ ആയിട്ടുള്ള മനുഷ്യർ സുഖമായി വസിക്കുമ്പോൾ തങ്ങൾക്കും എന്തുകൊണ്ട് ആയിക്കൂടാ എന്നുള്ള ചിന്ത അവരിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ അത് ഭാരതത്തിലേക്ക് യോജിക്കാനുള്ളൊരു സാധ്യത വന്നു ചേർന്നിട്ടുണ്ട്. പാകിസ്ഥാൻ നിരന്തരമായി പറയുന്ന ഒരു കാര്യമാണ് ജമ്മു കാശ്മീരിൽ പ്ലബിസൈറ്റ് നടത്തണം എന്ന, ജനങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിക്കണം, എങ്ങോട്ട് പോകണമെന്ന്. ഇപ്പോൾ ഒരു പ്ലബിസൈറ്റ് വന്നാൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ വല്ലാണ്ട് കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം ഭാരതത്തിനോടൊപ്പം ചേരുന്ന ഒരു സാഹചര്യമാണ്. ഇനി മറ്റു ഭാഗത്ത് ബലൂചിസ്ഥാൻ മേഖലയിലേക്ക് നോക്കിയാൽ ആ ബലൂചിസ്ഥാൻ മേഖലയും മറ്റൊരു രാജ്യമായിട്ട് മാറും എന്ന രീതിയിൽ തന്നെയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ്റെ ഈസ്റ്റ് പാകിസ്ഥാൻ മാറിയാണ് അവിടെ ബംഗ്ലാദേശ് എന്നൊരു രാജ്യം ഉണ്ടാകുന്നത്. ഇങ്ങനെ ഇനി ഉള്ള പാകിസ്ഥാനും കൂടെ 3ഉം 4ഉം ഒക്കെ ആയി വേർപിരിയുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ പാകിസ്ഥാൻ്റെ ദേശീയ പദവി, പാകിസ്ഥാൻ്റെ ഒരു രാജ്യമെന്ന പദവി തന്നെ ഇല്ലാതാകാൻ പോവുകയാണ്. UN-ന്റെ അംഗത്വം തന്നെ പാകിസ്ഥാൻ ഇല്ലാതായി മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പല പല രാജ്യങ്ങളായി പാകിസ്ഥാൻ വേർപിരിയും. കാരണം ഇങ്ങനൊരു ഭീകരവാദ രാജ്യം ഉണ്ടാകാതിരിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. അതല്ലാതെ ലോകത്തിൻ്റെ ഭീഷണിയായി എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു രാജ്യം? അമേരിക്കയ്ക്ക് എന്തെങ്കിലും ഒരു സഹായത്തിന് വേണ്ടി ഒരു സിൽബന്തി രാഷ്ട്രം എന്ന് വേണമെങ്കിൽ പാകിസ്ഥാനെ പറയാം. അതിനപ്പുറം പാകിസ്ഥാന് ഒരു സാമൂഹിക പ്രാധാന്യമില്ല. ഒരു ലോകത്തെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന് യാതൊരു തരത്തിലുള്ള ഒരു പ്രാധാന്യവുമില്ല. അമേരിക്ക തന്നെ ഈ അടുത്ത സമയത്ത് പറഞ്ഞതാണ് 12ഓളം അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകളുള്ള പാകിസ്ഥാൻ ഒരു അന്താരാഷ്ട്ര ഭീകരവാദ രാജ്യമാണ് എന്ന് അവരുടെ ഒഫീഷ്യലി ഉള്ള റിപ്പോർട്ടുകളിൽ തന്നെയുണ്ട്. അത്തരത്തിൽ ഒരു ഭീകരവാദ രാജ്യം ഇനി ലോകത്ത് ഉണ്ടാകാൻ പാടില്ല എന്നാണ് അവിടുത്തെ ജനത തന്നെ പറയുന്നത്. സമാധാനം ആഗ്രഹിക്കുന്ന അവിടുത്തെ ജനത. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.